ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ വിശ്രമജീവിതം നയിക്കുന്ന കാലം ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാനെത്തി. അദ്ദേഹം ചർച്ചിലിനോട് ചോദിച്ചു, ഇനി അങ്ങേക്ക് ഒരു ജന്മം കൂടി ലഭിച്ചാൽ എന്തായിത്തീരണമെന്നാണ് ആഗ്രഹം? പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു, മിസ്സിസ് ചർച്ചിലിൻ്റെ അടുത്ത ഭർത്താവായി തീരണം. വിവാഹം നടക്കുന്നത് സ്വർഗത്തിലാണെന്ന് പറയാറുണ്ടല്ലോ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിവാഹം സ്വർഗം തന്നെയായിരുന്നു. വിവാഹ ജീവിതം വിജയിപ്പിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. പരസ്പര സ്നേഹവും ബഹുമാനവും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: വിവാഹിതരായപ്പോൾ ഞങ്ങളൊരു ധാരണ ഉണ്ടാക്കി, ജീവിതത്തിലെ എല്ലാ വലിയ തീരുമാനങ്ങളും ഞാനെടുക്കും, ചെറിയ തീരുമാനങ്ങളെല്ലാം എൻ്റെ ഭാര്യയും. ഈ ധാരണയനുസരിച്ച് ഞങ്ങൾ ഇതുവരെ ജീവിച്ചു. ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ വിജയകാരണവും ഇതുതന്നെ. അല്പനേരത്തെ മൗനത്തിന് ശേഷം ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു, എന്നാൽ രസാവഹമായ ഒരു കാര്യം, കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഒരു വലിയ തീരുമാനവും എടുത്തിട്ടില്ല എന്നതാണ്. ഐൻസ്റ്റീനും ഭാര്യയ്ക്കും പരസ്പര ധാരണയോടെ മുന്നോട്ടു പോകാൻ കഴിഞ്ഞു. അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും അവരെ തളർത്തിയില്ല. വിഭിന്ന സ്വഭാവങ്ങളും വ്യത്യസ്ത പശ്ചാത്തലവുമുള്ള സ്ത്രീയും പുരുഷനും സഹവസിക്കാൻ തുടങ്ങുമ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ പരസ്പര സ്നേഹവും പരിഗണനയും അവർക്കിടയിൽ ഉണ്ടായാൽ വിവാഹബന്ധം ഊഷ്മളമാക്കാം. വിവാഹിതരായ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നടക്കുന്ന വഴി നിങ്ങളെ എതിരേൽക്കട്ടെ. കാറ്റ് എപ്പോഴും നിങ്ങളുടെ നേരെ ശാന്തമായി വീശട്ടെ. മഴ നിങ്ങളുടെ വയലുകളെ ഫലഭൂയിഷ്ടമാക്കട്ടെ. കുട്ടികളുടെ ചിരിയും അട്ടഹാസവും നിങ്ങളുടെ ഭവനങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ദൈവം നിങ്ങളെ തൻ്റെ ഉള്ളംകൈയിൽ എന്നും കാത്തു സൂക്ഷിക്കട്ടെ. സ്നേഹം കൊണ്ട് മൂടപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം ദൈവം നിങ്ങളെ തൻ്റെ അനന്ത സ്നേഹത്തിലേക്ക് സ്വീകരിക്കട്ടെ. എഫേസ്യർ 5:2. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.